അപ്പോൾ ഞാൻ ഈ ധനത്തിൻ്റെ കാര്യം മാത്രമായിട്ടല്ല, അതൊരു മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. എന്ന് വെച്ചാൽ മൊത്തം മിക്സഡ് അല്ല, പേര് ധനത്തിൻ്റെ കാര്യം മാത്രം എടുത്ത് പറയാൻ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഇതേണ്ട ഇത് ഇപ്പം ഞാൻ പെട്ടെന്ന് മേടിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലൊന്നുമല്ല. മൊത്തത്തിൽ നമ്മളാകെ ആട്ടം മുട്ടി നിൽക്കുകയെന്നറിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അപ്പോഴാണ് എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ വന്ന് നമ്മളിങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് ഒരു ഷോപ്പിൽ. അപ്പോൾ അവിടെ കാർഡ് സ്വൈപ്പിംഗ് ഉണ്ട്, നേരെ പിടിച്ച് ഒരു ഡ്രസ്സ് വാങ്ങി അത്രക്കാൻ. അപ്പോൾ ഇനി ഇതിന് അടയ്ക്കണം. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പക്ക കഴിയും എന്ന ഉറപ്പിൻ്റെ മേലെ മാത്രം ചെയ്യുകയാണെങ്കിൽ ഈ എന്താ പറയുക, ക്രെഡിറ്റ് കാർഡാണെങ്കിലും വലിയ വലിയ ലോണുകളാണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും ഒരു കയറിൽ കുരുങ്ങൂല. അപ്പം നമ്മുടെ ആ വലിയൊരു വ്യവസായി കയറിൽ കുരുങ്ങിയത്, അതേപോലെ നിരവധി ആളുകൾ സാമ്പത്തികമായി പ്രയാസം വരുമ്പോൾ കയറിലോ അല്ലെങ്കിൽ വിഷം കഴിച്ചിട്ടോ മറ്റോ കുടുങ്ങുന്നു. അപ്പോൾ കണ്ടോ, ഈ ധനം വരുന്നത് നേരെ കണക്റ്റഡ് ആയിട്ട് എവിടേക്ക് വരും? ആത്മഹത്യയിലേക്ക് വരും. അങ്ങനെ അതൊക്കെ കൂടെ വന്നിട്ട് എന്തായി, നിയമപ്രശ്നങ്ങളിലേക്ക് വരും. കാരണം അവര് എന്തെങ്കിലും ചെയ്തു വെച്ചു, ഇപ്പോൾ ഒരാൾ ഇന്ന പ്രയാസം കാരണം ആത്മഹത്യ ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുക, അത് അവരുടെ കുടുംബത്തിനെയും ബാധിക്കണം. അവരുടെ കുടുംബത്തിനെ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ ബാക്കിയുള്ള സമൂഹത്തിനെ തന്നെ കുറച്ച് സമയത്തേക്ക് ബാധിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാക്ട് അത് ഇനി ആത്മീയതയിലേക്ക് വരികയാണെങ്കിൽ, ആത്മീയതയിലേക്ക് എടുത്തു വരികയാണെങ്കിൽ, അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ധനത്തിൻ്റെ പ്രശ്നം ആത്മഹത്യയിലേക്ക് വന്ന് ആത്മഹത്യ നേരെ ആത്മീയതയിലേക്ക് വരികയാണെങ്കിൽ, കാരണം ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മഹത്യയല്ല ചെയ്യണം, ശരീരഹത്യ ചെയ്യുന്നതിലൂടെ അതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ആത്മാവിന് ഗതി പിടിക്കാൻ, ശാന്തി പിടിക്കാൻ, അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ കാരണം കൊണ്ടാണോ ആ ആത്മാവിന് അങ്ങനെ ഒരു പ്രയാസം നേരിട്ടത് എന്നത് ആ ആത്മാവിനും ഈശ്വരനും മാത്രം അറിയുന്ന സംഭവമാണ്. അപ്പം നമ്മൾ വീണ്ടും ധനത്തിലേക്ക് തന്നെ വരാട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പിറകിലേക്ക് പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടോ, അതാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യനില്ല, ഉത്തരമില്ല, അനുഭവങ്ങൾ മാത്രമേ. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ പക്ക അനുഭവമാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ധനത്തിൻ്റെ പറയുന്നത് പറയുമ്പോൾ ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങൾ വരും. ക്രെഡിറ്റ് കാർഡ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കില്ല, അതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു നഷ്ടം അതിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ നഷ്ടമൊക്കെ സഹിച്ച് പതുക്കെ നമ്മൾ കിട്ടിയ ഉള്ള പൈസ കൂടെ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തു, തൽക്കാലം നിർത്തി വെച്ചു. പക്ഷെ വീണ്ടും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഓഫർ വന്നു, അത് പേയ്സാപ്പ് വഴി നമുക്ക് സാധാ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ പേരിൽ ഞാൻ വീണ്ടും ക്രെഡിറ്റ് കാർഡ് എടുക്കുകയും പിന്നെ നിരവധി ഷോപ്പുകളിൽ കാർഡ് സ്വൈപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ വളരെയധികം ഡെവലപ്പ് ആവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രം എടുത്ത ഒരു ക്രെഡിറ്റ് കാർഡാണ് ഇനി അതിൻ്റെ അനന്തരഫലം.